ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എണ്ണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഇന്നലെ ഇട്ടതിൻ്റെ അത്തപ്പൂ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. രാവിലെ എണ്ണീറ്റ് കുളിച്ചു വന്ന് തൂത്തുവാരി തുടയ്ക്കുകയൊക്കെ ചെയ്തു. ഇന്നലെ നല്ല മഴയായിരുന്നു, പകൽ ഫുള്ള് മഴയായിരുന്നു. ഇന്നിപ്പോൾ എണ്ണീറ്റപ്പം അത്യാവശ്യം ചെറിയ വെയിലൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ 2 റോസാപ്പൂവും കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും പോയി പറിച്ചുകൊണ്ട് വന്ന് അത്തപ്പൂ ഇടാനായിട്ടിരുന്നു. ഇപ്പോൾ പൂ വളരെ കുറവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചതിൻ്റെ കുറച്ചാണ് ഞാൻ ഡെയിലി അതിൽ നിന്ന് എടുത്തിടുന്നത്. പിന്നെ മുറ്റത്ത് ചെമ്പരത്തിയും പിന്നെ മന്ദാരമൊക്കെ ഉള്ളതുകൊണ്ട് അധികം ഞാൻ എടുത്തില്ല. കുറച്ച് 2-3 ഒക്കെ എടുത്ത് പിച്ചി ഇടുന്നത്. പിന്നെ ഇന്ന് ഇച്ചിരി പച്ചില ഉണ്ടായിരുന്നു, അപ്പോൾ അതേ കൂടെ ഞാൻ കുറച്ച് പിച്ചി ഇട്ടു. അങ്ങനെ ചെറിയൊരു വട്ടം പോലെ ഇന്നൊരു അത്തപ്പൂ ഇട്ടതേ. അപ്പം ഇന്നത്തെ അത്തപ്പൂ ഇച്ചിരി ഒന്ന് ചെറുതായിപ്പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി 2 ദിവസം കൂടി ഇടണമല്ലോ എന്നും കണ്ട് അധികം ഞാൻ എടുത്തില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ അത്തപ്പൂ ഇതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാനായിട്ട് രാവിലെ ഇന്നലെ മാവ് അരച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ രാവിലെ ഇഡലി ആയിരുന്നു. ഒരാൾക്ക് ദോശ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു, അങ്ങനെ ഞങ്ങൾക്ക് ഇഡലി ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞ് കഴിക്കാനായിട്ട് സാമ്പാറാണ് ഇഡലിയുടെ കൂടെ. അപ്പോൾ സാമ്പാറും പിന്നെ ഒരുത്തിക്കും മുളക് സമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവൾക്കത് മുളക് സമ്മന്തി വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവൾക്ക് മുളക് സമ്മന്തി പിന്നെ സാമ്പാറും ആക്കി. ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ ടേസ്റ്റ് ഇല്ലല്ലോ, അപ്പോൾ പിന്നെ രണ്ടും പകുതി ആകുമ്പോൾ കഴിച്ചോളും. അങ്ങനെ മുളക് സമ്മന്തി അരയ്ക്കാൻ നേരം കണ്ണൊക്കെ നന്നായിട്ട് എരിഞ്ഞ്, എൻ്റെ പൊന്നേ മിക്സിയിൽ അരച്ചാൽ മതിയെന്ന് പിന്നെ ഓർത്തു. ചെറിയ ഉള്ളിയല്ലേ, അപ്പോൾ കല്ലിലെല്ലാം അരച്ചപ്പോഴത്തേന് കണ്ണെല്ലാം നേറിയ ഒരു വിധത്തിൽ ഞാൻ അരച്ചെടുത്തു. എനിക്ക് പറ്റിയില്ല, കണ്ണിൽ കൂടി ഇങ്ങനെ കുടുകുടാന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ ഞാൻ അരച്ചു. കണ്ടില്ലേ, എൻ്റെ കണ്ണിൽ കൂടെ എല്ലാം നന്നായിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു. മുളകും കൂടെ ചേർത്ത് അരച്ചപ്പോഴത്തേന് പിന്നെ പറയണ്ട. അങ്ങനെ സമ്മന്തി അരച്ചെടുത്ത് മാറ്റി കഴിക്കാനായിട്ട് ഇതെല്ലാം റെഡിയായി. ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.